നമസ്കാരം. ഇന്ന് നമ്മളൊരു കൊടും കാട്ടിലാണ്. പക്ഷേ ഈ കാട് ഈ നാട്ടിലാണ്. ഒരു കാട്ടിലെ ഉള്ള റിസോർട്ട് പോലുള്ളൊരു വീടിൻ്റെ മുമ്പിലാണുള്ളത്. ഈ റിസോർട്ടിൻ്റെ ഓണേഴ്സാണ്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഓണേഴ്സാണ് നമ്മുടെ ജിനചന്ദ്രനും പേരെന്തായിരുന്നു, താരയും ശ്രീലക്ഷ്മി. അപ്പം ശ്രീലക്ഷ്മി ഒരു ആർട്ടിസ്റ്റാണ്. ശ്രീലക്ഷ്മീൻ്റെ പെയിൻറ്റിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ശ്രീലക്ഷ്മി കുറേ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളാണ്. ജിനൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ചെറിയ വീട്, എന്നാൽ അതൊരു വ്യത്യസ്തമായ വീട് എന്നുള്ളത്. അതായത് സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രതിരൂപമായിരിക്കണം വീടെന്ന് ജിനന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ള ഈ വീട് ഈ കൊടും കാട്ടിൽ ഉണ്ടാവാനുള്ള കാരണം. ഇതിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലെ വൈത്തിയിലൊക്കെ പോയ ഒരു കൊടും കാട്ടിൽ നിൽക്കുന്ന ഫീലാണ്. നിറയെ മരങ്ങളും വള്ളികളും ഒക്കെയുള്ള പ്രകൃതി രമണീയമായ, എപ്പോഴും ഒരു കൊടും കാട്ടിനുള്ളിൽ നിൽക്കുന്ന പ്രതീതി ഉണ്ടാവുക. എന്നാൽ ടൗണിൻ്റെ വളരെ നിയറസ്റ്റായിട്ടുള്ള ഈ നമ്മുടെ പെരുവയലിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്ഥലം, സദ്ഭാവന സ്കൂളിൻ്റെ അടുത്തുള്ള ഈ സ്ഥലത്തുള്ള ഈ ഒരു വീട് വയനാട്ടിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊടുങ്കാട്ടിലാണോ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉള്ളത്. അപ്പോൾ ഇത്രയും മനോഹരമായ അറ്റ്മോസ്ഫിയറിൽ ഈ വീടും ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ജിനേന്ദ്രന് ഈ ഇവിടെ താമസിക്കുമ്പോൾ എന്താ പ്രത്യേകത തോന്നിയിട്ടുള്ളത്? ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എന്താ വെച്ചാൽ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം, പിന്നെ ഈ മോഡലുള്ളൊരു വീട്, അതിൻ്റെ ഒരു ആഗ്രഹം. അത് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആണല്ലേ? ഇത് എത്ര സെൻറ്റ് സ്ഥലമായിരുന്നു ശരിക്കും? ഇത് 5.5 സെൻറ്റ്. 5.5 സെൻറ്റ് സ്ഥലത്താണ് ഇത്ര വലിയൊരു വീടുണ്ടാക്കിയത്. ഇതൊരിക്കലും ഒരു ചെറിയ വീടല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 3000-2500 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു വലിയ വീടായിട്ട് മാറുകയാണ്. പക്ഷേ ഇതൊരു 5 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. 5 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക് റോഡ് നമ്മളെ ഈ കാടും നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മതിൽ കെട്ടാതെ ഒരു ഹാൻഡ് റൈസ് സ്റ്റൈലിലൊരു ഫെൻസിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിശാലമായ കാടും ഇടവഴിയും നാടും ഒക്കെ നമ്മളെ വീട്ടിലേക്ക് എത്തിപ്പെടും. ഇത് വീടിൻ്റെ അതിർത്തികൾ നിശ്ചയിക്കുന്നില്ല. പക്ഷേ സാധാരണ ഇത്ര ചെറിയ സ്ഥലത്ത് പോലും ഒരു കൂറ്റം മതിൽ കെട്ടി ബ്ലോക്ക് ചെയ്ത് നമ്മളെല്ലാം കൂടി മൃഗശാലയിൽ കഴിയുന്ന മാതിരിയാണ്. ഇതിപ്പോൾ കമ്പിനുള്ളിൽ നോക്കുമ്പോൾ മൃഗശാലയെ തോന്നിയെങ്കിലും, പക്ഷേ ഈ കമ്പിനുള്ളിൽ നമുക്ക് പുറത്തേക്ക് നല്ല വിഷ്വലുണ്ട്. അപ്പോൾ ഇത് മൃഗങ്ങളല്ല, ജനങ്ങൾ താമസിക്കുന്ന വീടാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഏതായാലും ഈ വീടിൻ്റെ അകത്തേക്ക് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു വിശാലമായൊരു വരാന്തയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വരാന്തയിൽ നിറയെ തൂണുകൾ കൊടുത്തിട്ടുണ്ട്. ഈ തൂണുകളൊക്കെ തന്നെ ഫെറോ സിമെൻറ്റിലും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ മെറ്റലിലുള്ള സ്ട്രക്ചറൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന കളർ ഗ്ലാസുകളും ഡിസൈൻ വർക്കുകളാണ് ഈ വീടിൻ്റെ വരാന്തേനെ മനോഹരമാക്കുന്നത്. കാട് ഇത്ര അടുത്തുള്ളൊരു വീട് ഒരുപക്ഷെ എവിടെയും ഉണ്ടാവില്ല. കാരണം വീടിൻ്റെ മുന്നിൽ എന്തായാലും ആൾക്കാർ ഈ കാടൊക്കെ വെട്ടിയിട്ട് ഇൻ്റർലോക്ക് ചെയ്യണം അല്ലേ? ഇതിൽ വലിയ ഇൻ്റർലോക്ക് ഇട്ടിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല രസം, ഭയങ്കര രസമുള്ള ഒരു നന്നായി ഇവിടെ അതിന് പറ്റിയൊരു ചെയറുള്ളൂ. നല്ല ഭയങ്കര രസമായിരിക്കും. മഴ തകർത്ത് പെയ്യും. മഴ തകർത്ത് പെയ്യുന്നൊരു വരാന്ത അത് ശരിക്കും നമ്മളെ സങ്കല്പത്തിൽ പലരെയും സ്വപ്നങ്ങളാണ്, ഒരു നൊസ്റ്റാൾജിയും കൂടിയാണ്. അങ്ങനെ ഒരു കാടും മഴയും വരാന്തയൊക്കെ നമുക്ക് നമ്മളെ തൊട്ടടുത്തുണ്ടാവുക, അത് നമ്മളെ സ്വന്തമാവുക എന്നൊക്കെ പറയുന്നത് വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ്. ഏതായാലും ഈ ഒരു വലിയ കൊലായിൽ നിന്ന് നമുക്ക് ഒരു ലിവിങ് റൂമിലേക്ക് പ്രവേശിക്കാം. ഈ ലിവിങ് റൂം എന്ന് പറയുമ്പം ഇത് കയറിയ ഉടനെ തന്നെ നമ്മൾ സി ഷേപ്പിലാണ് ഈ ലിവിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സി ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ, അല്ലെങ്കിൽ വെച്ചാൽ വഴിപോക്കിൽ ലിവിങ് റൂം ആവും. കണ്ടില്ല നിങ്ങൾ ചില വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് 2 സൈഡിൽ സീറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പുറം സീറ്റ് ഉണ്ടാവും. അങ്ങനെ സീറ്റ് ഇട്ടിട്ട് അവസാനം ടീപ്പായി അങ്ങോട്ട് മാറ്റി കളിക്കണം. അപ്പോൾ ആൾക്കാർ പോകുമ്പോൾ തട്ടിപ്പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സി ടൈപ്പുള്ള ഒരു ലിവിങ് റൂം ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് റൂമിൽ മനോഹരമായ വിൻഡോസ് ഉണ്ട്. ഈ വിൻഡോസിൻ്റെ പ്രത്യേകത വെച്ചാൽ ലോകത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രില്ലുള്ള വിൻഡോ വേറെ ഉണ്ടാവില്ല, ലോകത്തിലുണ്ടാവില്ല. കാരണം വെച്ചാൽ ഇംഗ്ലീഷ് ബിൽഡിംഗ് പൊളിച്ച സാധനം എടുത്തതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 200 വർഷമെങ്കിലും പഴക്കമുള്ള വിൻഡോസ് ഞാനും ജിനനും കൂടി ഒരു പഴയ യാർഡ് പോയിട്ട് കണ്ടെത്തിയ അല്ലേ? മാങ്കാവുന്ന് ഞങ്ങൾ കണ്ടെത്തിയതാണ്. അപ്പം മാങ്കാവുന്ന് കണ്ടെത്തിയ ഈ പിന്നെ ഗ്രില്ല് കണ്ടപ്പം നമ്മളെ കൂടുതലുള്ള ആൾക്കാരുണ്ട്, അയ്യോ ആചാര്യൻ പറഞ്ഞു അയ്യോ ഈ ഗ്രില്ല് മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞു ഈ ഗ്രില്ലാണ് അതിൻ്റെ ഹൈലൈറ്റ്, ഈ ഗ്രില്ലാണ് ഹൈലൈറ്റ്. അങ്ങനത്തെ ഒരു ഗ്രില്ല് ലോകത്തിൽ ഒരു വീട്ടിലുണ്ടാവില്ല. മാത്രമല്ല അപാര സ്ട്രോങ്, ഒരു കള്ളനെ പൊളിച്ചോണ്ടാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് ഉള്ളൊരു സാധനം. അത്ര വെയിറ്റുള്ള കമ്പി, ആ കമ്പിക്കാൻ്റെ സംഖ്യേൻ്റെ കമ്പി ഉണ്ടാവും. അത് നമ്മളൊരു ഗോൾഡ് ടിൻറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ആ വിൻഡോസ് നമ്മൾ ലേഔട്ട് ചെയ്തു. അതിൽ കംപ്ലീറ്റ് കളർ ഗ്ലാസ്സുകൾ കൊടുത്തു. അതോടുകൂടി ഈ വീടിൻ്റെ ആംബിയൻസ് മാറി. ഇവിടെ കൊണ്ടിട്ടപ്പോൾ ഒരു പക്ഷേ രേഷ്മ അല്ലേ പേര്? താര, സോറി പേര് മാറി. അപ്പൊ താര ചോദിച്ചത് എന്താ ജിതേന്ദ്രൻ ഭ്രാന്താന്ന് ചോദിച്ചോ? എന്റെ വൈഫാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ വീടുണ്ടാക്കിയ പഴയ കോർപ്പറേഷൻ ഹൗസ് പൊളിച്ചിട്ട് പിന്നെ കൊണ്ടിട്ടത്. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ പറഞ്ഞത് എന്താ പറ്റിയത്, എന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ എൻ്റെ വൈഫിനോട് പല ആൾക്കാരും ചോദിച്ചു. ഈ പഴയ ജനല കൊണ്ടച്ച അതേപറ്റി ജനേന്ദ്രൻ്റെ ഫാമിലി ചോദിച്ചിട്ടുണ്ടാവും, ചിലർ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇത് എന്താ പറ്റി, വേറെ പണിയില്ലേ,
പുതിയ വീടിനാണെങ്കിൽ പഴയ ജനലൊക്കെ വന്നു. പക്ഷേ ഈ ജനലാണ് ഇവിടുത്തെ ഏറ്റവും ഐഡിയൽ സാധനം. കാരണം ഈ ജനലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കർട്ടൻ ഇല്ലാത്ത വീടാണ്. ഇപ്പോൾ ഏതൊരു വീട്ടിലും 1.5 ലക്ഷം റുപ്യ ലിവിങ് റൂം കർട്ടനിൽ വാങ്ങും. ആ കർട്ടൻ ആവശ്യമില്ലാത്തൊരു വീട്, നല്ല ഫ്ലോ. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗ്ലാസ്സാണ് ഇപ്പോഴും അല്ലേ. ഇപ്പം മാർക്കറ്റിൽ ഈ ഗ്ലാസ് ഇല്ല എന്നുള്ള പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ഗ്ലാസും ആ ഗ്രില്ലും ആ ജനലിനെ വേറൊരു ലെവലിലേക്ക് മാറ്റി ജിനൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്തപ്പം അത് വേറൊരു ആംബിയൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റീസൈക്ലിംഗ് കോൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ പല ഭാഗങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല വീട്ടിലും വലിയ കോണികളുണ്ടാവും. ജസ്റ്റ് ഒന്ന് മുകളിൽ കയറുന്ന ആവശ്യമുള്ളൂ നമുക്ക് സത്യത്തിൽ കോണിനെ കൊണ്ട്. ഈ കോണിനെ കൊണ്ട് മുകളിൽ കയറുന്നതിന് പകരം അത് തിരിച്ച് വളച്ച് ലിവിങ് റൂം ഡൈനിങ് ഹാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവന്ന് ഒരു 4-5 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് മുകളിലത്തെ 5 വേണ്ടി ചിലവാക്കും. ഇത് ആകെ ചിലപ്പം ഈ ഹാൻഡ് റെയിൽ തന്നെ മെറ്റലിൽ ചെയ്ത ഹാൻഡ് റെയിലാണ്. വളരെ ചുരുങ്ങിയ പണം മാത്രമേ ഇതിൻ്റെ ഹാൻഡ് റെയിൽ ചിലവാക്കിയുള്ളൂ. മറ്റേത് കോൺക്രീറ്റ് സ്ലാബാണ്. അതിൽ നമ്മൾ മരമായുള്ള ടൈലിട്ടു, ഒരു ബ്ലാക്ക് സ്റ്റെപ്പ് ടൈലിട്ടു. വളരെ സിമ്പിളായിട്ട് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാനിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു വാഷ് ബേസിൻ ഏരിയ അത് സ്റ്റെയർ കേസിൻ്റെ അടിയിലേക്കാണ് കൊടുത്തുള്ളത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ സ്റ്റെയർ കേസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയായി മാറും ചെയ്തു. വളരെ ഭംഗിയുള്ളൊരു സ്റ്റെയർ കേസും തീരെ കൂടുതൽ പണം ചിലവാക്കാതെ വളരെ മനോഹരമായിട്ടാണ് ഇത്തരം ഡിസൈനുകളൊക്കെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇവിടുന്ന് ജനം ഉണ്ടെന്ന് മാങ്കാവുന്ന ഇത് മാങ്കാവുന്ന എടുത്ത ജനലാണ്. ഈ ജനൽ മാങ്കാവുന്ന എടുത്ത ഈ ജനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു 19-60 വർഷം പഴക്കമുള്ള അക്കാലത്തൊരു ഗ്രിൽ പാറ്റേണാണ്. ശരിക്കും ആ ഗ്രിൽ പാറ്റേണാണ്. ഇപ്പോൾ സാധാരണ ഈ ഗ്രില്ലൊക്കെ ഔട്ടാന്നാണ് ആൾക്കാർ പൊളിച്ചു പറയും. പക്ഷേ ഈ ഗ്രില്ല് ഇപ്പം പുതിയതായി ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഗ്രില്ല് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് ഇങ്ങനത്തെ ഗ്രില്ല് ഉണ്ടാക്കാൻ ഈ ക്രാഫ്റ്റിൽ ഒരു ഒറ്റ ഇൻഡസ്ട്രിയിലാണ് നമ്മുടെ ഏരിയ ഉണ്ടാവില്ല. കാരണം അത്രയും വ്യത്യസ്തമായ ഒരു പാറ്റേണിൽ നല്ല വെയിറ്റുള്ള റോഡും കമ്പിയാണ്. ഇത് ആൾക്കാർ അഴിച്ചു മാറ്റിയിട്ടാണ് ഇപ്പൊ ഈ ഒലക്യാമറ സാധനം എന്താ പറയാ ജിഐന്റെ പൈപ്പ് വെച്ചെല്ലാം കൂടി പിന്നെ ഒരു ബസ്സിന്റെ ഹാൻഡിൽ മാറ്റണം അത്ര വൃത്തിയാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഏത് സാധനത്തിനെയും നമുക്ക് മനോഹരമായിട്ട് വേറൊരു തലത്തിലേക്ക് മാറ്റാൻ പറ്റും. അതിന്റെ ഗ്ലാസും നമ്മൾ മാറ്റിയില്ല. ഇടയിലൊരു ഫ്ലോറ ഗ്ലാസ് 4 കൊടുത്തു. ഈ ഗ്ലാസ് ഒക്കെ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതെന്ന് ആലോചിക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്യാം. ആ റീസൈക്കിൾ ചെയ്ത് ഈ പ്രോഡക്റ്റിനെ ഭംഗിയായിട്ട് നമ്മുടെ വീടുകളിൽ ലേ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ചിലവ് കുറയ്ക്കാന്ന് മാത്രമല്ല എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ചിലവ് ഇവിടെ ചിലവ് കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല കാര്യങ്ങൾ. പക്ഷേ എഫക്റ്റ് ഭയങ്കരമാണ്. നമ്മൾ ചെലവിടുന്ന പണത്തിന്റെ 100 കുറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളിവിടെ തേക്കും ഇരുളും അല്ലാതെ ഒരു മരം ഉപയോഗിച്ചില്ല. അത്രയും അപ്പൊ തേക്കും ഇരുളും ഉപയോഗിച്ചിട്ട് ഇത്രയും വർക്ക് ചെയ്യണമെങ്കിൽ ഈ കോസ്റ്റിലൊന്നും നിൽക്കില്ല. അതാണ് റീസൈക്ലിംഗ് വുഡിന്റെ പ്രത്യേകത. നമ്മളത് പിന്നെ അതിൽ മെനക്കെട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ.